പൊള്ളലില് തേൻ പുരട്ടാനായിട്ട്. നിന്നോട് അയ്യോ, ഇതൊക്കെ ആരാ ചെയ്യാൻ പറഞ്ഞേ? കയ്യും വേദനിക്കുന്നു. അയ്യോ, എവിടെ നോക്കട്ടെ. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നേന്ന്? അത് പിന്നെ ജേട്ടൻ പറഞ്ഞപ്പോ. ഈ അളിയനെ ഞാനൊന്ന് ശരിയാക്കും. അല്ലെങ്കിലും ആണുങ്ങൾ തനിച്ചു കഴിയുന്ന റൂമിലേക്ക് ഇങ്ങനെ കയറി വരാൻ പാടില്ലെന്ന് നിനക്കറിയില്ല രമ്യ? വേറെ ആരും അല്ലല്ലോ. നാളെ ഒരിക്കലേ രാജുവിന്റെ ഭാര്യാവൻ പോകുന്ന ആളല്ലേ ഞാൻ. അപ്പോ രാജുവിന്റെ റൂമിലേക്ക് വന്നതിൽ എന്താ തെറ്റ്? രമ്യ, എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും വേദന ഇപ്പൊ എന്റെ ശരീരത്തിലുണ്ട്. അതിന്റെ പുറമെ നീയും കൂടെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ? ഞാൻ രാജുവിന്റെ മുറിയിലേക്ക് വന്ന് രാജുവിന്റെ പൊള്ളലില് തേൻ പുരട്ടിയപ്പോഴാണോ രാജുവിന് ഇറിറ്റേഷൻ വന്നത്? ആ, അവൾക്ക് വേണ്ടി പൊള്ളിയപ്പോഴേ നല്ല സുഖമായിരുന്നല്ലോ അല്ലേ? എന്റെ ദൈവമേ, എനിക്കൊരു അല്പം പോലും സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചിട്ടാണോ നീ ഇവളെ ഈ റൂമിലോട്ട് പറഞ്ഞയച്ചേ? രാജുവിന്റെ സമാധാനം കളയാനല്ല, രാജുവിനെ സ്നേഹിക്കാനും പൊന്നുപോലെ നോക്കാനുമാ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചേക്കുന്നെ. അതൊക്കെ രാജുവിന് വഴിയെ മനസ്സിലായിക്കോളും. ഇനി ഇതില് കൂടുതൽ എനിക്കൊന്നും മനസ്സിലാക്കാനില്ല രമ്യ. ഋതിക മേഡം, ഇനി കോള് ഇവള് കണ്ട അത് അടുത്ത പ്രശ്നമാവുമല്ലോ. ഹലോ രാജു, രാജുൻ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം, ഞാൻ ഓക്കെയാ. മാഡം ഓക്കെ അല്ലേ? വലിയ വിഷമം ഉണ്ടാക്കും. ഞാൻ ചെയ്തത് എന്റെ കടമയല്ലേ മാഡം? ആണോ? കടമയായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണോ രാജു എന്നെ തീയിൽ നിന്ന് രക്ഷിച്ചത്? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല മാഡം. എന്തോ ഋതിക മാഡത്തെ ആരെങ്കിലും വഴക്ക് പറയുന്നതോ മാഡം ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. അപ്പോ ഋതിക മാഡത്തിനൊരു ആപത്തുണ്ടാവുമ്പോ എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മാഡത്തെ ഞാൻ രക്ഷിച്ചിരിക്കാം. എന്തിനാ രാജു, എന്തിനാ നീ എന്നെ ഇത്ര സ്നേഹിക്കുന്ന? അല്ല മാഡം, ഞാൻ അങ്ങനെ. വേണ്ട രാജു, നീ നിന്റെ സ്നേഹത്തിന് പുതിയ നിർവചനങ്ങളുമായിട്ട് വരണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നോടുള്ള വികാരം അത് സ്നേഹമാണ്. സത്യസന്ധമായ നിഷ്കളങ്കമായ പ്രണയമാണ്. ആ പ്രണയത്തെ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ നിന്റെ ഹൃദയത്തിലുള്ള എന്നോടുള്ള വികാരം പ്രണയമാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. എനിക്കുറപ്പുണ്ട്, ഒരിക്കൽ നിനക്ക് എന്നോടുള്ള പ്രണയത്തെ നീ തിരിച്ചറിയും. മാഡം, എനിക്ക് നിന്നോട് ഒരേ ഒരു അപേക്ഷയുള്ളൂ രാജു. ചെറുപ്പം മുതൽ അടുത്തുണ്ടായിരുന്നിട്ടും എന്റെ അച്ഛൻ മനസ്സുകൊണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം തീരെ ഇല്ലാണ്ടായിരിക്കുക. എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അച്ഛനും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന
ആ സന്തോഷം എനിക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കാത്തത് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നീ എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ അപേക്ഷ എന്റെ സന്തോഷം നീയാണ് രാജു. നീ എന്നിൽ നിന്നും അകന്നു പോരുത്, പോരുത്. ഏയ്, മാഡം ശ്ശേ, ഋതിക മാഡം എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെയും കൂടി വിഷമിപ്പിക്കുന്ന? പാപം. പക്ഷെ ഞാൻ മാഡം ഈ പറയുന്ന പോലെ ഒന്നും അല്ല. എല്ലാം മാഡത്തിന്റെ തെറ്റിദ്ധാരണകളാ. തെറ്റിദ്ധാരണ തന്നെയാണോ?